എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അത് 4 വലിയ സവോള എടുക്കുമ്പോൾ 3 വലിയ തക്കാളി എടുക്കുക. തക്കാളി എടുക്കുമ്പോൾ തക്കാളി നല്ല പഴുത്തതായിരിക്കണം, അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചിട്ട് വേണം കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, മുളകിൻ്റെ പൊടി വേണം, കുരുമുളകിൻ്റെ പൊടി വേണം, ഗരം മസാല വേണം. ഈ എല്ലാ മസാലപ്പൊടികളും ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് പറയാം. പിന്നെ പച്ചമുളകും വേണം, കറിവേപ്പിലയും വേണം, പിന്നെ പുഴുങ്ങിയെടുത്തേക്കണം മുട്ടയും വേണം. ഞാനിതിലേക്ക് 6 മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ ഈ കറി നിങ്ങൾ വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് കൂടുതലായിട്ട് വെക്കണം, അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കറി വെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കൂടുതലായിട്ട് വെക്കണം. ഈ കറി ഒരു 5 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും. ഈ കറി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഒരാഴ്ച വരെ ഈ കറി കേടാവാതിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ എഗ് റോസ്റ്റ് ആക്കാന്ന്. ഇത് എഗ് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. സവോള കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഓയിലും കുറച്ച് കൂടുതൽ ഒഴിക്കണം. എന്നാൽ മാത്രമേ സവോള നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ 6 വലിയ വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തേക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ സവോള വഴന്നു വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ, നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഏറ്റവും ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി. ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള നന്നായിട്ട് വഴന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സവോളയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചേക്കണം ആ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലേക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഈ സവോളയുടെ ഉള്ളിൽ നിന്ന് ഓയിലേക്കും ചെറുതായിട്ട് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സവോള ഇതേപോലെ നന്നായിട്ടൊന്ന് വളർന്ന് ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഓയിലൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. ഈ കറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതേപോലെ സവോള നന്നായിട്ട് വഴന്ന് വരണം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഈ സവോളയുടെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റ് മാറണം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. നല്ല കട്ടിയുള്ള പാനൊക്കെ ആണെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് തീ ഇടയ്ക്ക് ഒന്ന് കൂട്ടിയും കുറച്ചും വയ്ക്കുക. നല്ല കനം കുറഞ്ഞ പാനൊക്കെ ആണെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഇതിലേക്ക് പുക പെട്ടെന്ന് കയറും. പുക കയറിയിട്ടുണ്ടെങ്കിൽ കറികൾക്കൊക്കെയും ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടാവണം. കാരണം സവോളയ്ക്ക് ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കുക. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് മുളകിൻ്റെ പൊടി കൂടുതൽ ചേർക്കുക. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല കളർ കിട്ടുക. ഈ മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. മുളകിൻ്റെ പൊടി പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി മൊരിയേണ്ട ആവശ്യമില്ല.
ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. അതിലേക്ക് 4 വലിയ സവോളയ്ക്ക് 3 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുക. അത് നമ്മൾ കടയിൽ നിന്ന് ചിലപ്പോൾ തക്കാളി വാങ്ങുമ്പോൾ ശരിക്കും പഴുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ തക്കാളി ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് പഴുത്ത് കിട്ടും. ഈ 3 വലിയ തക്കാളി ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് ഈ തക്കാളി വേവിക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് ഇതിനകത്ത് ഓയിലേക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ട് മൂടി വയ്ക്കാം. തക്കാളിക്ക് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ആ തക്കാളി ഇട്ടിട്ട് മൂടി വയ്ക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തക്കാളി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഓയിലേക്കും ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരും. മൂടി വയ്ക്കാം. ഈ എഗ് റോസ്റ്റിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ മുട്ട ഈ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ മുട്ട വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലയ്ക്ക് ശരിക്കും പിടിക്കും. ഇതിനകത്ത് തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഇതിനകത്ത് ഓയിലേക്കും ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഓയിൽ ചെറുതായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ ഓയിൽ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് നന്നായിട്ട് തിളച്ച വെള്ളം ചേർക്കുക. അത് എന്ത് കറിയിലേക്ക് ഇതേപോലെ കറി റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പച്ച ടേസ്റ്റ് വരും. ഞാനിവിടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഈ കറി നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ചെറുതായിട്ട് മാത്രമേ ഗ്രേവി ഉണ്ടാവുള്ളൂ. അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. അതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണം മുട്ടയും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലിടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ കറി ഭയങ്കര തിക്കായിട്ട് പോകും. ഈ കറി ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേവി ആയിട്ടിരിക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഈ എഗ് റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ സവോളയ്ക്കും വഴന്നെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിലും തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഈ തക്കാളിയിലേക്ക് നമ്മൾ ചേർത്തേക്കണം ഓയിലൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ ഓയിൽ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നില്ലെങ്കിൽ ആ പച്ച തക്കാളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോഴായിരുന്നാലും പച്ചവെള്ളം ചേർക്കാണ്ട് നല്ല തിളച്ച വെള്ളം ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.